പശ്ചിമേഷ്യയിൽ സമാധാനം ലക്ഷ്യമിട്ട് നടന്ന ചർച്ചകളിൽ പുരോഗതിയുണ്ട്. ഇറാനും അമേരിക്കയും മധ്യസ്ഥർ മുഖാന്തരം ഖത്തറിലെ ദോഹയിൽ നടത്തിയ അന്തിമ സമാധാന കരാർ ചർച്ചയിൽ ക്രിയാത്മകമായ പുരോഗതിയുണ്ടെന്ന് മധ്യസ്ഥ രാഷ്ട്രമായ പാകിസ്ഥാൻ തന്നെ വ്യക്തമാക്കി. ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമാകും ഇനിയുള്ള ചർച്ചകൾ നടക്കുക. അതിനിടെ ഇറാൻ വിഷയത്തിൽ ഇസ്രയേലും അമേരിക്കയും തെറ്റിയെന്നുള്ളതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രജിയെയും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖിർ ഖാലിബാഫിനെയും കൊലപ്പെടുത്താനുള്ള ഇസ്രയേൽ പദ്ധതികളെക്കുറിച്ച് അമേരിക്കൻ അധികൃതർ ഇറാന് മുന്നറിയിപ്പ് നൽകിയതായുള്ള റിപ്പോർട്ടുകളാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ഇസ്രയേലും അമേരിക്കയും ഈ യുദ്ധത്തിന്റെ സംയുക്ത യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ തെറ്റിയെന്നുള്ളതിന്റെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അത് ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നതാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്ന ഈ വാർത്തകൾ. അപ്പോൾ എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ എന്ന് നോക്കിയാൽ, സംയുക്ത യുദ്ധം തുടങ്ങിയ ഇസ്രയേലും അമേരിക്കയും ഉടക്കിപ്പിരിഞ്ഞു എന്നതിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇറാന്റെ കൂടുതൽ നേതാക്കളെ വധിക്കാനുള്ള ഇസ്രയേൽ നീക്കം അമേരിക്ക തന്നെ പൊളിച്ചു. വിവരങ്ങൾ ഇറാന് നൽകി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രജിയെയും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖിർ ഖാലിബാഫിനെയും കൊലപ്പെടുത്താനുള്ള ഇസ്രയേൽ പദ്ധതികളെക്കുറിച്ച് അമേരിക്കൻ അധികൃതർ ഇറാന് മുന്നറിയിപ്പ് നൽകിയതായുള്ള വിവരമാണ്. ഏറ്റവും സുപ്രധാനമായ വിവരമാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ മാസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ടെലിഫോണിൽ വിളിച്ച് അതിരൂക്ഷമായ ഭാഷയിൽ കയർത്തുവെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നതാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട ഈ റിപ്പോർട്ട്. ഏപ്രിലിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രജിയെയും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖിർ ഖാലിബാഫിനെയും വധിക്കാൻ ഇസ്രയേൽ ലക്ഷ്യമിട്ടു. ഇറാന് ഇത് സംബന്ധിച്ച് US തന്നെ മുന്നറിയിപ്പ് നൽകിയതായി വാഷിംഗ്ടണിൽ നിന്ന് നിരവധി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏപ്രിൽ 8 നടന്ന ആദ്യ വെടിനിർത്തലിന് ശേഷമുള്ള ആഴ്ചകളിൽ അഗ്രജിയെയും ഖാലിബാഫിനെയും വധിക്കാൻ ഇസ്രയേൽ പദ്ധതിയിടുകയായിരുന്നു. ചില US ഉദ്യോഗസ്ഥർ ഈ കാര്യം വിശ്വസിച്ചിരുന്നതായി റിപ്പോർട്ടിൽ ഉദ്ധരിച്ച ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. US-ഉമായുള്ള ആണവ ചർച്ചകളിൽ പങ്കെടുക്കുന്ന 2 ഇറാനിയൻ നേതാക്കളെയും ഇസ്രയേൽ ഇല്ലാതാക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു വിവരം. US വൈസ് പ്രസിഡന്റ് JD വാൻസുമായുള്ള ചർച്ചകൾക്ക് ശേഷം ഏപ്രിൽ 12 പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നിന്ന് ടെഹ്റാനിലേക്ക് മടങ്ങുമ്പോൾ ഇറാൻ സ്പീക്കർ ഖാലിബാഫിനെ വധിക്കാൻ ഇസ്രയേൽ പദ്ധതിയിട്ടുവെന്നാണ് US ഉദ്യോഗസ്ഥർ പറയുന്നത്. 2 ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ ഇറാഖ് വഴി ഇറാനിയൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതായും തിരികെ പറക്കുമ്പോൾ ഖാലിബാഫിന്റെ വിമാനം ലക്ഷ്യം വെക്കാൻ പദ്ധതിയിടുന്നതായും അമേരിക്കൻ അധികൃതർ ഇറാനെ അറിയിച്ചുവെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തുടർന്ന് ഖാലിബാഫ് ടെഹ്റാനിലേക്കുള്ള പതിവ് വഴി ഉപേക്ഷിച്ച് വടക്കൻ പ്രവിശ്യയിലെ മഷാദിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഇറാനെതിരെ സംയുക്ത ആക്രമണം ആരംഭിച്ച സഖ്യത്തിൽ കടുത്ത അതൃപ്തി നേരത്തെ തന്നെ ഉടലെടുത്തിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തുവന്ന റിപ്പോർട്ട്. സമാധാന കരാർ ചർച്ചകളിലും ഇസ്രയേലിനെ പങ്കെടുപ്പിക്കാൻ അമേരിക്ക പിന്നീട് തയ്യാറായിരുന്നില്ല. ഇസ്രയേലും യുദ്ധത്തിൽ പങ്കാളിയാണെങ്കിലും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് അമേരിക്കയും ഇറാനും മാത്രമാണ്. നെതന്യാഹു പരസ്യമായി എതിർത്തിട്ടും അമേരിക്ക ധാരണാപത്രവും സമാധാന ചർച്ചകളുമായി മുന്നോട്ടു പോകുന്നതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത് വ്യക്തമാക്കുന്നുണ്ട്. സമാധാന ധാരണ ലംഘിച്ച് ലബനനിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നതിനെ അമേരിക്ക അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു. ആക്രമണത്തിൽ വളരെയധികം ആളുകൾ കൊല്ലപ്പെട്ടുവെന്നും കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കണമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ടെലിഫോൺ സംഭാഷണത്തിനിടെ നെതന്യാഹുവിനെ ട്രംപ് ഭ്രാന്തൻ എന്ന് വിളിച്ചതായി റിപ്പോർട്ടുണ്ടായിരുന്നു. പിന്നീട് ആ കാര്യങ്ങൾ ട്രംപ് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. താനില്ലായിരുന്നുവെങ്കിൽ നെതന്യാഹു ഉണ്ടാകുമായിരുന്നില്ല എന്ന് ട്രംപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. ഇനി രക്ഷിക്കാനുണ്ടാകില്ല എന്നതിൻ്റെ സൂചനകളും ട്രംപ് നൽകിയിരുന്നു. അപ്പോൾ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരു രാഷ്ട്രങ്ങൾക്കും ഇടയിൽ ഉടലെടുത്ത ഭിന്നതകൾ, അതിൻ്റെ കൂടുതൽ തെളിവുകളാണ് പുറത്തുവരുന്നത്. ഇറാന്റെ കൂടുതൽ നേതാക്കളെ ഇസ്രയേൽ ലക്ഷ്യമിട്ടിരുന്നു. സമാധാന ചർച്ചകളെ തന്നെ ഇല്ലാണ്ടാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ ഘട്ടത്തിൽ അമേരിക്ക ആ വിവരങ്ങളൊക്കെ ഇറാന് ലഭ്യമാക്കിയിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. സമാധാന ചർച്ചകളിൽ നിന്ന് പിന്നീട് ഇസ്രയേലിനെ ഒഴിവാക്കി. ഇപ്പോഴും ധാരണ അമേരിക്കയും ഇറാനും തമ്മിലാണ് ഉടലെടുത്തിട്ടുള്ളത്.
ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഉറപ്പുകളുടെ പശ്ചാത്തലത്തിലാണ് ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടത്താൻ ഇറാൻ തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇസ്രയേലും അമേരിക്കയും തമ്മിൽ പൂർണ്ണമായും ഈ വിഷയത്തിൽ ഭിന്നത ഉടലെടുത്തിരിക്കുന്നു എന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നതാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ഈ റിപ്പോർട്ടുകൾ. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ നീക്കം മുഖ്യ വിഷയമാക്കിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ചർച്ചകൾ. ഹോർമുസിൽ ഇടപെടരുതെന്ന് അമേരിക്കയോട് ഇറാൻ ഈ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. ആസ്തികൾ വേഗം വിട്ടുകിട്ടണമെന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. ജൂൺ 17 ഒപ്പിട്ട ധാരണാപത്രത്തിലെ 14 വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഖത്തർ പാക് പ്രതിനിധികളുമായി ബുധനാഴ്ച വെവ്വേറെ ചർച്ച നടത്തിയെന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നു. അതേസമയം ഖമനയുടെ സംസ്കാര ചടങ്ങിന് ശേഷം നേരിട്ടല്ലാതെ ചർച്ചകൾ തുടരാനും ഇരുകൂട്ടരും സമ്മതിച്ചിട്ടുണ്ട്. ടെഹ്റാനിലും ഖോമിലുമായി ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലാണ് ഈ ഖബറടക്ക ചടങ്ങുകൾ നടക്കുന്നത്. അതിന് ശേഷമൊക്കെയായിരിക്കും ഈ ചർച്ചകൾ, സമാധാന ചർച്ചകൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എപ്പോഴുണ്ടാകും, അല്ലെങ്കിൽ ചർച്ചകൾ എപ്പോൾ പുനരാരംഭിക്കണം എന്ന് സംബന്ധിച്ചൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നേരിട്ടുള്ള ചർച്ചകൾക്ക് ഉടനൊന്നുമില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. ഇനിയുള്ള ചർച്ചകളും മധ്യസ്ഥർ മുഖേനയാകും എന്നതാണ് മനസ്സിലാക്കുന്നത്. ദോഹയിൽ നടന്ന ചർച്ചയിൽ ഖത്തറിലുള്ള ഇറാന്റെ ആസ്തികളിൽ $600 കോടി ഉടനടി വിട്ടുകിട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകളും നടന്നു. തങ്ങളുടെ വിദേശത്തെ മരവിപ്പിച്ച ആസ്തികൾ കിട്ടുക എന്നത് അന്തിമ കരാറിനുള്ള ഇറാന്റെ നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. അത് സംബന്ധിച്ചുള്ള അവകാശവാദങ്ങളാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിലേറെക്കുറെ ഉറപ്പുകൾ ലഭിച്ചു എന്നതാണ് മനസ്സിലാകുന്നത്. അതേസമയം തന്നെ അവകാശവാദങ്ങളുമായി ട്രംപ് വരുന്നുണ്ട്. യുഎസും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായുള്ള ചർച്ചകളിൽ നിർണായക പുരോഗതി എന്നതാണ് അമേരിക്ക അവകാശപ്പെടുന്നത്, ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ശാശ്വതമായ കരാറിലെത്തുന്നതിനായി നടക്കുന്ന ചർച്ചകളിൽ യുഎസ് മുന്നോട്ട് വെച്ച ഏതാണ്ട് എല്ലാ ആവശ്യങ്ങളും ഇറാൻ അംഗീകരിച്ചതായി ട്രംപ് പറയുന്നു. ഇറാൻ സൈനികമായി പൂർണ്ണമായും പരാജയപ്പെട്ട അവസ്ഥയിലാണെന്ന് ട്രംപ് പറയുന്നുണ്ട്. ഇറാന്റെ പക്കൽ ഇനി ചില മിസൈലുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്, അവയും തകർക്കാൻ യുഎസിന് സാധിക്കും എന്ന ഒരു ഭീഷണി കൂടി ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. നേരത്തെ ഇറാൻ ഒരു കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതിന് മറുപടിയായി അമേരിക്ക തുടർച്ചയായ 3 രാത്രികളിൽ ഇറാനിൽ ആക്രമണം നടത്തിയിരുന്നു. ആ കാര്യങ്ങൾ ട്രംപ് ഈ അഭിമുഖത്തിൽ സ്ഥിരീകരിക്കുകയാണ്. CNBCക്ക് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇതിന് തൊട്ടു മുൻപും 2 രാത്രികളിൽ യുഎസ് സമാനമായ ആക്രമണം നടത്തിയിരുന്നു. ഗൾഫ് മേഖലയിലെ യുഎസ് നാവികസേനയുടെ വിന്യാസത്തെക്കുറിച്ച് സംസാരിച്ച ട്രംപ് ഇത് കൃത്യമായ ഒരു ഉപരോധമല്ല എന്നും മറിച്ച് ഇറാന്റെ എണ്ണക്കടത്ത് തടയാൻ രൂപീകരിച്ച ഒരു ഉരുക്ക് മതിലാണ് എന്നുമാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ നടപടികൾ കാരണമാണ് ഇറാന്റെ പണപ്പെരുപ്പം 300% ഉയർന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ അനുകൂലമായ ഒരു നിലയിലെത്തിയാൽ ഇറാനിലേക്ക് ആവശ്യമായ ചോളം, ഗോതമ്പ്, സോയാബീൻ എന്നിവ പൂർണ്ണമായും വിതരണം ചെയ്യാൻ അമേരിക്കൻ കർഷകരെ അനുവദിക്കും എന്നും ട്രംപ് പറയുന്നു. അതേസമയം വെല്ലുവിളി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ട്. ഹോർമുസിൽ വെല്ലുവിളിക്കുകയാണ് ഇറാൻ. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ മേധാവിത്വം സ്ഥാപിക്കാനുള്ള അമേരിക്കൻ നീക്കങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പുമായാണ് ഇറാന്റെ IRGC രംഗത്ത് വരുന്നത്. ഹോർമുസ് കടലിടുക്ക് അധിനിവേശക്കാരായ അമേരിക്കയുടെ കളിക്കളമല്ല, അത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പരമാധികാര പരിധിയിലാണ് എന്നതാണ് IRGC വ്യക്തമാക്കുന്നത്. ഈ പാതയിലൂടെ കടന്നുപോകുന്ന എല്ലാ വാണിജ്യ കപ്പലുകളും സുരക്ഷിത യാത്രയ്ക്കായി ഇറാൻ നിശ്ചയിച്ചിട്ടുള്ള സമുദ്രപാത തന്നെ ഉപയോഗിക്കണമെന്ന് IRGC നിർദ്ദേശിക്കുന്നു. അല്ലാത്തപക്ഷം ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്നതാണ് മുന്നറിയിപ്പ്. മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയുടെ രക്തത്തിന് പകരം ചോദിക്കുമെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കറുടെ ഭാഗത്തു നിന്നൊരു ഭീഷണി വരുന്നുണ്ട്. ജെറുസലേം മോചിപ്പിക്കുന്നതിലൂടെയാണ് ഖമനയുടെ രക്തത്തിന് പകരം ചോദിക്കുക എന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് പറയുന്നത്. യുദ്ധത്തിൽ അമേരിക്ക പരാജയപ്പെട്ടുവെന്നും അതിനുള്ള തെളിവാണ് അമേരിക്ക ഒപ്പിട്ട ധാരണയെന്നും കൂട്ടിച്ചേർക്കുന്നു ഖാലിബാഫ്. ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ അനുവദിക്കില്ല എന്നും ഇറാന്റെ ഈ വക്താവ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ സമാധാന ചർച്ചകളിൽ ഒരു തരത്തിൽ ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവകാശവാദങ്ങളുമായി ട്രംപ് ഒരു ഭാഗത്തുണ്ട്, ഇറാൻ മറ്റൊരു ഭാഗത്തുണ്ട്. തങ്ങളുടെ ആവശ്യങ്ങളാണ് അംഗീകരിക്കപ്പെടുക എന്നതാണ് പറയുന്നത്. ഹോർമുസിൽ ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന സന്ദേശം കൂടി നൽകുന്നു. ഒപ്പം ഇസ്രായേലിനെതിരെയുള്ള ഭീഷണി തുടരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അവകാശവാദങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും
ഒരു സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ധാരണ ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലുണ്ട് എന്നതാണ് ആശ്വാസം നൽകുന്ന കാര്യം. അതിൽ ഇസ്രയേലും അമേരിക്കയും തമ്മിൽ ഭിന്നത ഉടലെടുത്തിട്ടുണ്ട് എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. അപ്പോൾ ഒരു സമാധാനത്തിൻ്റെ ശ്രമങ്ങൾ അതിന് അമേരിക്ക മുൻകൈ എടുക്കുന്നു എന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ യുദ്ധം തുടങ്ങിവെച്ചത് അമേരിക്കയും ഇസ്രയേലും ചേർന്നാണ്. അവിടെ ആ യുദ്ധം അവസാനിപ്പിക്കാനുള്ളൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിന് പല വിധത്തിലുള്ള ആഭ്യന്തരമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഇടക്കാല തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള ആഭ്യന്തരമായ വിഷയങ്ങളുണ്ട്. ഗൾഫ് മേഖലയിലെ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള വലിയ സമ്മർദ്ദമുണ്ട്. അതൊക്കെയാകും ട്രംപിനെ അതിന് പ്രേരിപ്പിക്കുന്നത്. എന്തായാലും സമാധാന ചർച്ചകൾ തുടരും എന്നതാണ് ആശ്വാസകരം.